ചട്ടി ഇവിടെയല്ല, അതുകൊണ്ട് ദിസ് സൈഡ് അപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ഹലോ, വെൽക്കം ടു വാച്ച് യുവർ സ്റ്റോറി. ഇത് വിദ്യയാണ്. നമ്മൾ ഇന്ന് ഞാൻ ഓൺലൈൻ 2 ഹൈഡ്രാഞ്ചിയ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിങ്ങും നടന്നുമാണ്. വീഡിയോൻ്റെ ഇൻട്രൊഡക്ഷനും എൻഡും അപ്പം ഷൂട്ട് ചെയ്യാൻ ധരിച്ചായിരുന്നു. ഞങ്ങൾ നട്ട് കഴിഞ്ഞപ്പോഴേക്കും മഴ വന്നു, ഫുൾ നനഞ്ഞ് മൊത്തം. ഞാൻ ഇപ്പോൾ ഒരു ഗാർഡൻ ടൂർ ഇടാൻ വേണ്ടി മാത്രം പൂവൊന്നും പൂത്തിട്ടില്ല, പക്ഷേ ഐറിസാണ് നന്നായിട്ട് പൂക്കുന്നുണ്ട്. എല്ലാ ഐറിസും പൂക്കുന്നുണ്ട്. ഞാനിതിൻ്റെ വീഡിയോ എടുത്തു വയ്ക്കാം, എന്നിട്ട് കമ്പൈൻഡായിട്ട് ബാക്കിയൊക്കെ പൂക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒരു ഗാർഡൻ ടൂർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇത് 2 ഹോം ഡിപ്പോന്നാണ് വാങ്ങിച്ചത്, പക്ഷെ രണ്ട് ഗ്രോവേഴ്സ് എന്നാണ്. രണ്ടിലും ദിസ് സൈഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചട്ടി ഇവിടെയല്ല, അതുകൊണ്ട് ദിസ് സൈഡ് അപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല അനങ്ങാണ്ടിക്കുന്ന പാക്കേജാണ്. പക്ഷെ ഇത് എഴുതിയേക്കുന്ന ഓപ്പൺ അതർ ആൻഡ് റിമൂവ് പ്ലാന്റ് ഫ്രം ബോട്ടം. അപ്പം നമുക്കൊന്ന് നോക്കാട്ടോ. നോക്കട്ടെ. നമ്മൾ പുറത്തുനിന്ന് എടുക്കാം അല്ലേ, മണ്ണുണ്ട് അവിടെ. കറക്റ്റ് ഞങ്ങൾ ആ ബോക്സിൽ നിന്ന് ഇത് എടുക്കുന്ന സമയത്ത് ബാറ്ററി ഡൈ ചെയ്തു. ഇത് ഏതായാലും പുറത്തേക്ക് എടുത്തു, ഇനി എൻ്റെ കുത്തി കയറ്റുന്നില്ല. ഇത് എൻലെസ് സമ്മർ ഹൈഡ്രാഞ്ചിയാണ്, ട്വിസ്റ്റ് ആൻഡ് ഷൗട്ട്. ലേസ് ക്യാപ്പ് ഹൈഡ്രാഞ്ചിയാണ്. കണ്ടോ, ഇങ്ങനത്തെ ടൈപ്പ് പൂക്കളാണ്. ഫുള്ള് മോപ്പെഡ് പോലെയല്ല, പക്ഷെ ഏല ഓൾമോസ്റ്റ് മോപ്പെഡ് പോലെ തന്നെയാണ്. ഞാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രാഞ്ചിയുടെ ഒരു വീഡിയോ പണ്ട് ചെയ്തിരുന്നു. ഇത് ഹാർഡി ടു സോൺ 4 ഓൾ ദ വേ ത്രൂ 9 ആണ്. ഈ സോൺ 4 ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് നല്ല ഫുൾ സണ്ണിൽ നടാം. വേറാസ് ഞങ്ങൾ 6B ആണ്. 7, 8, 9 ഐ വുഡ് സേ പ്ലാന്റ് ഇറ്റ് ഇൻ പാർട്ട് ഷെയ്ഡ് ഓർ ഫുൾ ഷെയ്ഡ്. ഇതിന്റെ സൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹൈറ്റ് 3 to 5 ഫീറ്റും വിഡ്ത്ത് 3 to 4 ഫീറ്റും ആണ്. നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇല അതെ, ചെടി അതെ. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഹെൽത്തി സൈസ്. ഐ തിങ്ക് ദിസ് വാസ് $21. അപ്പം ഇതാണ് ആദ്യത്തെ ഹൈഡ്രാഞ്ചിയ. എൻലെസ് സമ്മറിന്റെ ഫുൾ സമ്മറിൽ പൂവുണ്ടാവും. അടുത്തത് ഇവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മുകളിൽ എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻ ഞാൻ കാണുന്നുണ്ട്. കാരണം മുകളിൽ നിന്ന് തന്നെ തുറക്കാൻ പോവാണ്. ഇത് ബ്ലൂമിങ് ഈസി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് ഹൈഡ്രാഞ്ചിയ. ഐ തിങ്ക് ദിസ് വാസ് ലൈക്ക് $27 or $28. മറ്റേ ട്വിസ്റ്റ് ആൻഡ് ഷൗട്ട് നോർമലി ഭയങ്കര കോമൺ ആയൊരു ഹൈഡ്രാഞ്ചിയ ആണ്. യൂഷ്വലി ലോസിലൊക്കെ ഇത് നമ്മളെ സമ്മറിൽ ജൂലൈയിലൊക്കെ കാണും. എനിക്ക് അത്രയും ക്ഷമയില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ മിഷിഗൻ നിന്ന് വന്ന ചെടിയാണ്. അവർ ഇൻസ്പെക്ഷനൊക്കെ ചെയ്ത് ഉള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ വേണ്ട. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ പല ഹൈഡ്രാഞ്ചിയതിന് മുമ്പ് വാങ്ങിച്ചേക്കുന്നത്. അത് ആ ഡോമൻസി സ്റ്റേജിൽ നിന്ന് പുറത്ത് വരുന്നേ ഉള്ളൂ. അടിയിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ മണ്ണൊക്കെ പുറത്ത്. മറ്റേന്ന് അത്രയും നീറ്റ് പാക്കിംഗ് ഒന്നും അല്ല കേട്ടോ. അവിടെ ആ മറ്റേതിന് മുകളിൽ പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടായിരുന്നു. ഇത് മണ്ണൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നന്നായി വന്ന് തുറന്നാണ്. ഓക്കെ, ഇതിൻ്റെ ടാഗില്ല, ഇതാണുള്ള. ഞാൻ ലെറ്റ് മീ സീ ഇഫ് ഐ ക്യാൻ ടേക്ക് ദിസ് ഔട്ട്. ഇത് മൂൺ റോക്ക് ഹൈഡ്രാഞ്ചിയ എന്ന് പറഞ്ഞതാണ്. ഇതൊരു പനിക്കൽ ഹൈഡ്രാഞ്ചിയാണ്. പക്ഷേ എൻ്റെ അടുത്തുള്ള കുറേ പനിക്കൽ ഹൈഡ്രാഞ്ചിയ ഉണ്ട്. ഇത് പക്ഷേ നല്ല വലിയ പൂവാണ്. ഫ്രം വാട്ട് ഐ റെഡ് 1000 പൂക്കളുണ്ടാവും അത്ര ഒരു ഹെഡിൻ്റെ മുകളിൽ. അത്രയും വലിയ പൂവാണ്. 6 hours of sun, hardy to zone 3 to 8. മറ്റേത് 4 to 9 ആയിരുന്നു. ഇത് 3 to 8 ആണ്. 4 to 6 feet tall and 4 to 6 feet wide. This gets really big. ഇതിന്റെ സ്റ്റെമ്മും ഇത്രയും വലിയ പൂവിനെ ഹോൾഡ് ചെയ്യാനായിട്ട് നല്ല സ്ട്രോങ് സ്റ്റെമ്മാന്ന് പറയുന്നത്. അതാണ് ബ്ലൂം ഈസിയുടെ മൂൺ റോക്ക് ഹൈഡ്രാഞ്ചിയ. ലെറ്റ് മീ ഓപ്പൺ അപ്പ് ആൻഡ് ഷോ. ഇതിന് പ്ലാസ്റ്റിക് കവറുണ്ട്, പക്ഷെ അത് ചെടിയും മുകളിലത്തെ മണ്ണും മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. മണ്ണ് താഴെ വീഴുന്നതിന് കുറച്ച് ഓൾറെഡി ആ ലീഫ് ഔട്ട് ചെയ്ത് പൊട്ടി വന്നു. പക്ഷെ ദാറ്റ്സ് താഴെ നന്നായിട്ട് വരുന്നുണ്ട്. ഇത്തിരി ഡ്രൈ ആണ്, അപ്പോൾ വെള്ളം ഒഴിച്ച് നോക്കുന്നതിന്. മറ്റേത് തുറക്കട്ടെ. ഇവരുടെ പാക്കേജിങ് ആട്ടോ ശരിക്കും നല്ല കുറച്ചുകൂടി പ്രൊഫഷണൽ. അത്രയുമാണ്.
ഇതിന് വെള്ളം ഒഴിക്കേണ്ട, അത് നല്ല ചെറിയ നനവുണ്ട്. ദിസ് ഇസ് എ റെയർ ഹൈഡ്രാഞ്ചിയ. സ്പെഷ്യലൈസ് ചെയ്യുന്ന നഴ്സറിയിലൊക്കെ കാണുള്ളൂ. സാധാരണ ഹോം ഡിപ്പോയിലും ലോസിലും ഇത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ അൺബോക്സിങ് വീഡിയോ ചെയ്ത് അന്ന് ചെടി നടാൻ സമയം കിട്ടിയില്ല. 2 ചട്ടിയും എൻ്റെ പോർച്ചിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കറക്റ്റ് ഒരാഴ്ചയോളം നന്നായിട്ട് ലീഫ് ഔട്ട് ചെയ്തിട്ടുണ്ട് 2 ഹൈഡ്രാഞ്ചിയയും. എസ്പെഷ്യലി നമ്മുടെ രണ്ടാമത്തെ മൂൺ റോക്ക് വെറും ഒരു കമ്പ് പോലെ ഉണ്ടായിരുന്നുണ്ടല്ലോ, അത് ദേ കാണുന്നില്ലേ, നന്നായിട്ട് ലീഫ് ഔട്ട് ചെയ്തു. ചെറിയ ചെടിയാണ്, എനിക്കിതൊരു വലിയ സ്പേസിലാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത്. കുറെ ചെടികളുടെ ബാക്കിൽ ഞാൻ ഇപ്പൊ ഈ ചെടി അവിടെ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിലായി പോകും, ഇതിന് വെളിച്ചമൊന്നും അധികം കിട്ടില്ല. അത് കാരണം ഞാൻ കുറച്ച് നാള് ഇതിനെ ചട്ടിയിൽ വെച്ചിട്ട് കുറച്ചൊന്ന് പുഷ്ടിപ്പിച്ചെടുത്തിട്ട് മണ്ണിൽ നടാന്ന് വിചാരിക്കണം. അപ്പം ഇതോ അയ്യോ പൊട്ടി അയ്യോ ചെറിയ സാധനം കണ്ടോ, യു ടു ബി കെയർഫുൾ. ഞാൻ തൊട്ടപ്പോഴേക്കും അത് പൊട്ടിപ്പോയി. ഇതെൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന ചട്ടിയാണ്. ഐ എം നോട്ട് ഈവൻ ചേഞ്ചിങ് ദ മണ്ണ് ബിക്കോസ് ഇതൊരു ലോങ് ടേം സൊല്യൂഷൻ അല്ലല്ലോ, തൽക്കാലമായിട്ട് നമ്മൾ വെക്കുന്നതല്ലേ. ഞാൻ പൊട്ടിപ്പോയി, ഒന്ന് തൊടുമ്പോഴേക്കും പൊട്ടിപ്പോണം. ഒന്ന് കുഴിച്ചിട്ട് നോക്കാം, വരുമോ അറിയില്ല. ഒന്ന് റൂട്ട് കുറച്ച് ലൂസൻ ചെയ്യാം. മഴ പെയ്യായിരുന്നു നമുക്കവിടെ, കുട്ടിയിൽ ഭയങ്കര മണ്ണ്. മാറ്റി വയ്ക്കട്ടെ കുറച്ച്. പൊട്ടിയ കഷ്ണം തോന്നുന്നില്ലത് മുളയ്ക്കുന്നത് വെച്ച് നോക്കാം. പൊട്ടിയ കഷ്ണം സാധാരണ ഹൈഡ്രാഞ്ചിയ വരണ്ടാണ് കമ്പിന്ന് എളുപ്പത്തിൽ. നോക്കാം. ഞാൻ ഇപ്പോൾ ഇത് വെള്ളം ഒഴിക്കുന്നില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴ ഇനിയും പെയ്യാണ് വൈകുന്നേരം. അപ്പം അറിഞ്ഞോളൂ. ഇതൊരു 4 അടി to 6 അടി ഉണ്ടാവും മെച്യൂരിറ്റി ഫുൾ സൈസിൽ. അപ്പോൾ ഇത് ചട്ടിയിൽ വെക്കാൻ പറ്റില്ല, അതാണ്. പക്ഷേ സാധാരണ ഒരു 4 അടി പൊക്കമൊക്കെ ഉള്ള ഹൈഡ്രാഞ്ചിയ നമുക്ക് ചട്ടിയിൽ വളർത്താം, ഒരു കുഴപ്പമില്ല. മണ്ണിൽ നടന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. ഇതൊരു അസീലിയാണ് ഇപ്പുറത്ത് കാണിക്കുന്നത്. ഇത് ഇങ്ങനെയാണത് പൂത്ത് വെക്കുമ്പോൾ. ഇതിപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഇത് മാതിരി മുരടിച്ചിട്ട് ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് ദിസ് ബൈ നൗ, ബട്ട് ഇറ്റ് ഡസൻറ്റ്. എനിക്ക് തോന്നുന്നത് അതിനെന്തോ കേട് വന്നോ എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പം ഞങ്ങളത് മാറ്റിയിട്ട് ആ സ്ഥലത്താണ് മറ്റേ ഹൈഡ്രാഞ്ചിയ വെക്കുന്നത്. ഇത് ഷെയ്ഡ് ഏരിയ ആണ്, മോപ്പറ്റ് ഹൈഡ്രാഞ്ചിയക്ക് ഷെയ്ഡാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇവിടെ നടന്നത്. ഇത് നമുക്ക് പണ്ട് ബിൽഡർ തന്നതാണ്, മുമ്പിലായിരുന്നു. എന്നിട്ട് ഇങ്ങനെ അവിടെ ഇതുപോലെ തന്നെ മുരടിച്ച് നിൽക്കുന്ന കണ്ടിട്ട് നമ്മൾ ബാക്കിലോട്ട് മൂവ് ചെയ്താണ്. ഭയങ്കര തിക്ക് റൂട്ട് ബോൾ കേട്ടോ. നമ്മുടെ അയൽവാസിയുടെ ക്രേപ്പ് മാട്ടിൽ ഭയങ്കര ദൂരെ നിൽക്കണം, അതിൻ്റെ വേരാണ് ഈ കാണുന്ന മുഴുവനും ഇപ്പുറത്തേക്ക് വന്നത്. ഇതൊക്കെ അതിൻ്റെ വേരാ. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്പോട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത് റോഡോഡൻഡ്രൻ എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് പൊക്കം വെക്കും കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞു ചെടിയായിട്ട് ഞാൻ വാങ്ങിച്ചത്. അതാണ് ബാക്കിൽ നട്ടേക്കുന്നത്, പൊക്കം വെക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ, കണ്ടോ, റൂട്ട് ബൗണ്ടുമാണ് ഭയങ്കരമായിട്ട്. റൂട്ട് ബൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ വേരുകൾ കണ്ടില്ലേ, അങ്ങനെ തിക്കായിട്ട് ആ ചട്ടി മുഴുവൻ നിറഞ്ഞു വേര്, അതിന് വരണം പിന്നെ സ്ഥലമില്ല. അതാണ് റൂട്ട് ബൗണ്ട് എന്ന് പറയുന്നത്. നമ്മളിത് ലൂസ് ആക്കുക. ഇത് സാധാരണ ഈ ഒരു ചട്ടി ഇതിന് ഫ്രണ്ടും ബാക്കും ഉണ്ടാകും ചെടിക്കാൻ, അതാണ് ഞാൻ നോക്കണം. ശരിക്കും കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും വലുപ്പത്തിൽ വേണം കുഴി കുഴിക്കാനായിട്ട് കേട്ടോ. അപ്പം ഇതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ മുട്ടുന്നുണ്ട്. എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഒന്നും ഇവിടെ മുന്നോട്ടാക്കാൻ പറ്റോട്ടെ. ഓക്കെ, ഇങ്ങനെ വയ്ക്കാം. എൻ്റെ അടുത്തുള്ള അകപ്പാട വളം ഇത് കോഴിക്കാട്ടാണ്, ബാക്കിയൊക്കെ തീർന്നുപോയി. ചുറ്റും ഇടുക. ഇതേ മണ്ണ് തന്നെ വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല ഇതിനും, ബിക്കോസ് ഇനിയും മഴ പെയ്യാൻ പോകണം. നമ്മൾ മഴ പെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ചൊരു തോർച്ച വന്നപ്പം ഇത് പൊളിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.